രാവിലെ ജിമ്മിൽ പോകാൻ നോക്കിയപ്പോൾ ജിമ്മിൽ കയറാനുള്ള ആക്സസ് ടാഗ് കാണാനില്ല. കഴിഞ്ഞ ദിവസം ഡാഡിയോടും മോളോടും കൂടെ എൻ്റെ കാറൊന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞതാണ്. ക്ലീൻ ചെയ്ത് ആക്സസ് ടാഗ് അവരെവിടെയോ വെച്ചു. ഡാഡിയെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡാഡിക്ക് എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയില്ല. എന്നാൽ പിന്നെ അവർ വന്നിട്ട് അത് നോക്കി കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ പ്ലാൻ ഒന്ന് മാറ്റി. നേരെ കോൺവോൾ പാർക്കിലേക്ക് പോയാലോ എന്ന് വിചാരിച്ചു. കോൺവോൾ പാർക്ക് എന്താണെന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കണം അല്ലേ? അത് ഓക്ലൻഡിലുള്ള ഒരു ഫേമസ് പാർക്കാണ്. എപ്സം എന്ന് പറയുന്ന ഒരു സബേബ് എന്ന ഒരു ഇവിടെ സ്ഥലങ്ങൾക്ക് സബേബ്സ് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ഒരു എപ്സം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കോൺവോൾ പാർക്ക് ഉള്ളത്, വിച്ച് ഈസ് റൈറ്റ് അറ്റ് ദ ഹാർട്ട് ഓഫ് ഓക്ലൻഡ് സിറ്റി. ഏകദേശം 425 ഏക്കറോളം വരും ഈ പാർക്ക്. വലിയൊരു പാർക്കാണ്. അവിടെ ഒരുപാട് മരങ്ങളും ഒക്കെ ഉണ്ട്. ഈ കിടക്കുന്ന കാറുകൾ കണ്ടോ, ഇത്രയും പേര് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കതിൻ്റെ ആ ഒരു തിരക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല, കാരണം അത്രയ്ക്ക് ഹ്യൂജാണ് ഈ പാർക്ക്. 425 ഏക്കർ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ദേ അവിടെ ഒരു ചേച്ചി കരാട്ടയോ കുംഫു എന്തൊക്കെയോ പ്രാക്ടീസ് ചെയ്യുന്നു. സോ ഇങ്ങനെ എല്ലാവർക്കും വന്നിട്ട് അവരവരുടെ കാര്യങ്ങൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ള ഒരു സ്ഥലവും സൗകര്യങ്ങളും ഈ പാർക്കിലുണ്ട്. ഇനി ഈ പാർക്കിൻ്റെ കുറച്ചൊരു കഥ പറയുവാണെങ്കിൽ, 1800-കളിൽ സ്കോട്ട്ലൻഡിൽ നിന്ന് ന്യൂസിലൻഡിലേക്ക് കുടിയേറി പാർത്ത സർ ജോൺ ലോഗൻ ക്യാമ്പൽ എന്ന ഒരു ഫേമസ് ബിസിനസ്മാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം 1901 ന്യൂസിലൻഡിന് സമ്മാനിച്ച പാർക്കാണ് ഈ പറയുന്ന കോൺവോൾ പാർക്ക്. അദ്ദേഹം തന്നെ സ്ഥാപിച്ച ഒരു ട്രസ്റ്റ് ബോർഡുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ള ഒരു ട്രസ്റ്റ് ബോർഡ്. അവരാണ് ഈ പാർക്ക് ഇപ്പോൾ നോക്കി നടത്തുന്നത്. അതായത് ന്യൂസിലൻഡിൽ താമസിക്കുന്ന ഒരാളുടെയും ടാക്സിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും ഈ പാർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നർത്ഥം. അതായത് ഞാൻ ഈ പാർക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എത്ര മനോഹരമായൊരു പാർക്കാണ് അല്ലേ? അതായത് ഒരു കാശ് പോലും ചിലവാക്കാതെ എന്നെപ്പോലെയുള്ള ന്യൂസിലൻഡിൽ താമസിക്കുന്ന എത്രയോ ആളുകൾക്ക് ഉപകാരപ്രദമാണ് ഈ പാർക്ക്. ഇവിടുത്തെ മരങ്ങളൊക്കെ എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. എത്രയോ വർഷം പഴക്കമുള്ള മരങ്ങളായിരിക്കും. അവർക്കൊക്കെ എന്തോരം കഥകൾ പറയാനുണ്ടാവുമായിരിക്കും അല്ലേ? പിന്നെ എവിടെ നോക്കിയാലും പച്ചപ്പാണ്. ലൈക്ക് നമുക്ക് ഒരു പച്ചപ്പില്ലാത്തൊരൊറ്റ സ്ഥലം പോലും ഇല്ല. ഇവിടെ നമുക്ക് ദിവസം നടക്കാനായിട്ട് വരാം, ഇവൻ സൈക്കിളുമായിട്ട് വരാം. അതിന് പറ്റിയ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഇവിടെ പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചുമ്മാ ഓടിക്കളിക്കാം. പിന്നെ ഈ പൂക്കൾ കണ്ടോ, ഇത് ചെറി ബ്ലോസം എന്നാണ് ഇതിന് പറയാം. ഇത് ന്യൂസിലൻഡിൽ സ്പ്രിംഗ് സീസൺ, വസന്തകാലത്ത് മാത്രം ഉണ്ടാകുന്ന പൂക്കളാണ്. ഇപ്പോൾ ഏകദേശം വസന്തകാലം കഴിയാറായി. നവംബർ എൻഡോടുകൂടി ഇവിടെ സ്പ്രിംഗ് സീസൺ തീരുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റുള്ള കുറച്ച് ചെറി ബ്ലോസംസാണ് അതെനിക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റി. എന്ത് രസമാണ് അല്ലേ ഈ പൂക്കൾ കാണാനായിട്ട്. പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല കേട്ടോ, പക്ഷെ അതിങ്ങനെ കാണാനൊരു പ്രത്യേക ഒരു രസമാണ്. ആ സമയത്തൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലതായിരിക്കും. ഞാനിങ്ങനെ ചുമ്മാ താഴെ കിടക്കുന്ന പൂക്കളൊക്കെ എടുത്ത് ഇങ്ങനെ മൂട്ടി കിട്ടുക. നോട്ട് ദ പോയിൻറ്റ്. ഞാൻ താഴെ കിടന്ന പൂക്കളാട്ടോ എടുത്ത്. മരത്തിൽ നിന്ന് ഒരൊറ്റ പൂ പോലും ഞാൻ പറിച്ചില്ല. അതവിടെ നിന്നു കേട്ടോ. ഇത് ടോയ്ലറ്റ്സാണ്, അണ്ടർഗ്രൗണ്ട് ടോയ്ലറ്റ്സ് ആട്ടോ. ആ ടോയ്ലറ്റ്സിലേക്കുള്ള കവാടമൊക്കെ നോക്കിയാൽ ചെടികളൊക്കെ വെച്ചിട്ട് എന്ത് ഭംഗിയായിട്ടല്ലേ വെച്ചിരിക്കുന്നത്. അതേപോലെ ടോയ്ലറ്റ്സും വളരെ ക്ലീനാണ്. നമ്മളൊരു പാർക്കിൽ ഉപയോഗിക്കുന്ന, ഒരു ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന ടോയ്ലറ്റാണ്, പക്ഷെ എന്ത് നീറ്റായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി ഈ കാണുന്നത് പിക്നിക് സ്പോട്ട്സാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം, സമയം ചിലവഴിക്കാം. അതുപോലെ ഈ കാണുന്നത് ബാർബിക്യൂ കുക്ക് ടോപ്സാണ്. അത് വുഡ് കുക്ക് ടോപ്സും ഉണ്ട്, ഗ്യാസ് കുക്ക് ടോപ്സും ഉണ്ട്. ഇതും നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അവിടെ ഒരു ബട്ടണുണ്ട്. ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുക്ക് ടോപ്സ് ഓൺ ആവും. അത് ഒരു 10 മിനിറ്റ്സിലേക്ക് അറ്റ് എ ടൈം ഓൺ ആകും. പിന്നെ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യണമെങ്കിൽ വീണ്ടും ആ ബട്ടൺ പ്രസ് ചെയ്യണം. ഇത് നമുക്ക് ബുക്ക് ചെയ്യാനൊന്നും പറ്റില്ല, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. അപ്പം അതൊരു നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് മൊബൈലായിട്ടുള്ള കുക്ക് ടോപ്സ് കൊണ്ടുവരാം. ഞങ്ങളങ്ങനെ കൊണ്ടുവരാറുണ്ട്. വീട്ടിലുള്ള കുക്ക് ടോപ്സ് കൊണ്ടുവന്നിട്ട് നമുക്കിവിടെ ഒന്ന് കുക്ക് ചെയ്യാം. ബട്ട് ചില സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട് അതിന്. ലൈക്ക് ഇറ്റ് ഷുഡ് ബി അവേ ഫ്രം ട്രീസ്, അങ്ങനെയൊക്കെ. അത് ഫയറോ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നേരത്തെ ഞാൻ കാണിച്ച ബാർബിക്യൂ കുക്ക് ടോപ്സിനുള്ള നമുക്ക് ഫയർ ഉണ്ടാക്കാനുള്ള മാച്ചസോ അല്ലെങ്കിൽ ലൈറ്ററോ ഒക്കെ നമ്മൾ തന്നെ കൊണ്ടുവരണം. ബാക്കി ഗ്യാസും വുഡും ഒക്കെ ഇറ്റ്സ് പ്രൊവൈഡഡ്.
അവിടെ ഞാൻ ആ ടെൻറ്റിൽ കുറച്ച് കുട്ടികളെ കണ്ടു, സ്കൂൾ കുട്ടികൾ. അവർ പിക്നിക്കിന് വന്നതായിരിക്കും. ദേ ഈ മരം നോക്കി എത്ര വലുതല്ലേ. ഇതെന്തായാലും ഒരുപാട് കൊല്ലം പഴക്കമുള്ള മരമാണ്. എൻ്റെ വേരുകൾ നോക്കിയേ, ഇത് രസമാണ്. ഞാനതിലിങ്ങനെ മരത്തിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടന്ന് ഇങ്ങനെ മുകളിലേക്ക് നോക്കി. അപ്പോൾ ഒരു തത്ത അവിടെ ഇങ്ങനെ വന്ന് നിന്നു ആ മരത്തിൽ. പക്ഷേ എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ ആളുകൾ പട്ടികളുമായിട്ടൊക്കെ നടക്കാൻ വരും. എല്ലാവരും ഇങ്ങനെ അവരവരുടേതായ ഒരു സ്വൈര്യ വികാരം പോലെ ഇങ്ങനെ നടക്കും. ഞാൻ ചുമ്മാ ഇങ്ങനെ മരങ്ങളൊക്കെ, ഒരു മരത്തിൽ നിന്ന് അപ്പുറത്തെ മരത്തിലേക്ക് പോകും, എന്നിട്ട് ആ മരത്തിൻ്റെ അവിടെ പോയി നിൽക്കും. അത് കഴിഞ്ഞിട്ട് ആ മരത്തിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വരും, പിന്നെ ഈ മരത്തിൽ നിൽക്കും. ചുമ്മാ ഓരോ വട്ട്. പിന്നെ പറയാനുള്ളൊരു കാര്യം, ഇവിടെ പശുക്കൾ ഉണ്ട്, ചെമ്മരിയാടുകളുണ്ട്. ഇതൊക്കെ അവർ വളർത്തുന്നതാണ്. ആ ട്രസ്റ്റ് ബോർഡ് അവരുടെ കീഴിൽ നോക്കി നടത്തുന്നതാണ്. ഈ പശുക്കളെ നോക്കാനായിട്ട് ഫാമേഴ്സുണ്ട്. ആ ഫാമേഴ്സും ഈ പാർക്കിന് ചുറ്റുവട്ടത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത്. അവരാ ഇങ്ങനെ പുല്ലൊക്കെ കഴിച്ച് ഇങ്ങനെ സമാധാനമായിട്ട് നിൽക്കണതാണ്. എന്ത് രസമല്ലേ. പുള്ളി എന്നെ ഒന്ന് നോക്കി, ആരാ എന്നെ വീഡിയോയിൽ പകർത്തുന്നതെന്ന്. പക്ഷെ ഇവിടെ ഫെൻസിങ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊരിക്കലും നമ്മളുടെ അടുത്തേക്ക് വരാനോ ഒന്നും പറ്റില്ല. നമുക്ക് അവരെ അനോയ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ മ്യൂച്വൽ റെസ്പെക്റ്റിൽ അങ്ങനെ നിന്നു. ഇതും ചെറി ബ്ലോസം ട്രീയാണ്, പക്ഷെ അതിലെ പൂവൊക്കെ കൊഴിഞ്ഞു പോയി. സ്പ്രിങ് സീസണിൽ വരുവാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ, ഇവിടെ ആ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു ഫേവറേറ്റ് ഫോട്ടോ ഷൂട്ട് സ്പോട്ടാണ്. മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട്സിനായാലും അല്ല കപ്പിൾ ഫോട്ടോഷൂട്ടിനായാലും ഇല്ല ഫാമിലി ഫോട്ടോഷൂട്ട്സിനായാലും ഒക്കെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സ്ഥലമാണ് കോൺവോൾ പാർക്ക്. ഇതൊക്കെ കഫേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ്. ഇവിടെയൊക്കെ വന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാം. പിന്നെ ഈ കാണുന്നത് വൺ ട്രീ ഹില്ലാണ്. ഇതിൻ്റെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. എല്ലാം കൂടി ഇതിൽ ഷെയർ ചെയ്താൽ ശരിയാവില്ല.